കോഴിക്കോട് കോട്ടുളിയിൽ PM മുഹമ്മദ് റിയാസിന്റെ വീട്ടിലെ ED റെയ്ഡിനിടെയുണ്ടായ പ്രതിഷേധത്തിൽ CPIM ജില്ലാ സെക്രട്ടറി മെഹബൂബും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും അടക്കമുള്ള 57 പേർക്കെതിരെ കേസ്. CPIM ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ റെയ്ഡ് തടസ്സപ്പെടുത്തിയെന്നാണ് കേസ്. അനീഷ് ദേവസി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ടു? ഗോകുൽ, ഈ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുള്ളിൽ ED റെയ്ഡ് നടന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു പോലീസ് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച CPIM അതുപോലെ ഡിവൈഎഫ്ഐ നേതാക്കൾ ഉൾപ്പെടെ കണ്ടാലറിയുന്ന 57 പേർക്കെതിരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ റെയ്ഡ് നടന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ വസതിക്ക് മുന്നിൽ അരങ്ങേറിയിരുന്നു. ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ CPIM ജില്ലാ സെക്രട്ടറി മെഹബൂബ്, P മോഹനൻ മാസ്റ്റർ, പ്രദീപ് കുമാർ, അരുൺ, നിഖിൽ, ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്, മുസാഫിൽ അഹമ്മദ് എന്നിവരും കണ്ടാലറിയാവുന്ന 50ഓളം പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ BNS-ലെ 189 വകുപ്പ് പ്രകാരമുള്ള കേസും അതുപോലെ 191-ലെ ഉപവകുപ്പ് 2 പ്രകാരവും 190, 285 എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഈ പൊതുറോഡ് ഉപയോഗിച്ചുകൊണ്ട് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും ഈ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും ചെയ്തു എന്നാണ് ഒരു പോലീസിന്റെ ഒരു കണ്ടെത്തല്. ഈ മനഃപൂർവ്വം സ്ഥലത്തൊരു കലഹം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരിവിടെ സംഘം ചേർന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ സംഭവ സ്ഥലത്ത് ഈ പോലീസുകാരുമായി ഒരു ബലപ്രയോഗം നടത്തിയെന്നും FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോകുൽ, ശരി. അനീഷ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും മടങ്ങിപ്പോയ ED സംഘത്തെ തടഞ്ഞു നിർത്തി ആ കാർ തല്ലി തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 300 പേർക്കെതിരെയാണ്, കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയാണ് കേസെടുത്തത്. അവിടെ ഇപ്പോൾ 16 പേർ അറസ്റ്റിലായിട്ടുമുണ്ട്. കോഴിക്കോടും സമാനമായി കേസെടുക്കുന്നു. 57 പേർക്കെതിരെയാണ് ഇപ്പോൾ കോഴിക്കോട് കേസെടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.